സ്നേഹവും കാമവും ഭ്രാന്തും മനുഷ്യജീവിതത്തിൻ്റെ ഏറ്റവും സങ്കീർണമായ വികാരങ്ങളാണ്. ഈ മൂന്ന് വികാരങ്ങളെയും അതിൻ്റെ ആഴത്തോടെയും തീവ്രതയോടെയും അവതരിപ്പിച്ചിരിക്കുന്ന കൃതിയാണ് സ്നേഹം കാമം ഭ്രാന്ത്. വായനക്കാരെ ചിന്തിപ്പിക്കുകയും വികാരങ്ങളുടെ പുതിയ തലങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്ന ജോസഫ് അന്നേക്കുട്ടി ജോസിൻ്റെ ഏറ്റവും പുതിയ പുസ്തകമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. പുസ്തകം മനുഷ്യ മനസ്സിൽ മറഞ്ഞുകിടക്കുന്ന പല വശങ്ങളെയും തുറന്നു കാട്ടുന്നു. ഒരാളുടെ ജീവിതത്തിൽ സ്നേഹം എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുവെന്നും അത് ചിലപ്പോൾ എങ്ങനെ കാമത്തിലേക്കും ഭ്രാന്തിലേക്കും വഴിമാറുന്നുവെന്നും വാക്കുകളിലൂടെ എഴുത്തുകാരൻ മനോഹരമായി അവതരിപ്പിക്കുന്നു. സ്നേഹം എന്ന വികാരം മനുഷ്യനെ സന്തോഷത്തിൻ്റെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് പോലെ തന്നെ വേദനയുടെ ആഴങ്ങളിലേക്കും തള്ളിവിടാൻ കഴിയുമെന്ന സത്യം പുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സ്നേഹത്തിൻ്റെ നന്മയും അതിൻ്റെ നഷ്ടത്തിൻ്റെ വേദനയും ഓരോ പേജിലും അനുഭവിക്കാൻ കഴിയും. കാമം എന്ന വികാരത്തെ വെറും ശാരീരിക ആകർഷണമായി മാത്രം കാണാതെ മനുഷ്യൻ്റെ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും ഭാഗമായാണ് പുസ്തകം അവതരിപ്പിക്കുന്നത്. അതിലൂടെ കഥാപാത്രങ്ങളുടെ മാനസിക സംഘർഷങ്ങൾ കൂടുതൽ വ്യക്തമായി വായനക്കാരന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഭ്രാന്ത് എന്ന അവസ്ഥയെ എഴുത്തുകാരൻ വളരെ യാഥാർത്ഥ്യബോധത്തോടെ ചിത്രീകരിക്കുന്നു. അമിതമായ സ്നേഹമോ ആഗ്രഹമോ ചിലപ്പോൾ ഒരാളെ എങ്ങനെ മാനസികമായി തളർത്തുന്നു എന്നത് ഹൃദയസ്പർശിയായ രീതിയിൽ അവതരിപ്പിക്കുന്നു. ഈ പുസ്തകത്തിലെ കഥാപാത്രങ്ങൾ ജീവിക്കുന്ന മനുഷ്യരെ പോലെ അനുഭവപ്പെടുന്നു. അവരുടെ സന്തോഷവും ദുഃഖവും പ്രതീക്ഷകളും നിരാശകളും വായനക്കാരൻ്റെ മനസ്സിൽ ദീർഘകാലം നിലനിൽക്കും. ലളിതവും മനോഹരവുമായ ഭാഷയാണ് പുസ്തകത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. വായനക്കാരനെ ബുദ്ധിമുട്ടിക്കാതെ കഥയുടെ ഒഴുക്കിനൊപ്പം മുന്നോട്ട് കൊണ്ടുപോകാൻ എഴുത്തുകാരന് സാധിച്ചിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലും ഈ പുസ്തകം നമ്മുടെ സ്വന്തം ജീവിതത്തിലെ ചില അനുഭവങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ കഥയുമായി വായനക്കാരന് കൂടുതൽ അടുപ്പം തോന്നുന്നു. മനുഷ്യബന്ധങ്ങളുടെ സങ്കീർണതയും വികാരങ്ങളുടെ ആഴവും മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ പുസ്തകം ഒരു മികച്ച വായനാ അനുഭവമാണ്. ഓരോ അധ്യായവും പുതിയ ചിന്തകൾ സമ്മാനിക്കുന്നു. സ്നേഹത്തിൻ്റെ മാധുര്യവും വേർപിരിയലിൻ്റെ വേദനയും ആഗ്രഹങ്ങളുടെ തീവ്രതയും പുസ്തകത്തിൽ അതീവ ഭംഗിയായി അവതരിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വായന അവസാനിച്ചാലും കഥാപാത്രങ്ങൾ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നില്ല. ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ എത്ര വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാമെന്ന് ഈ പുസ്തകം വ്യക്തമാക്കുന്നു. ഓരോ കഥാപാത്രത്തിൻ്റെയും യാത്ര വായനക്കാരനെ ആഴത്തിൽ സ്വാധീനിക്കുന്നു. പുസ്തകത്തിലെ പല ഭാഗങ്ങളും വായനക്കാരനെ നിശബ്ദമാക്കി ചിന്തിപ്പിക്കും. മനുഷ്യ മനസ്സിൻ്റെ ദുരൂഹതകളെ മനസ്സിലാക്കാനുള്ള ഒരു യാത്ര കൂടിയാണ് ഈ കൃതി. വികാരങ്ങളുടെ ശക്തി എത്ര വലുതാണെന്ന് ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. സ്നേഹവും കാമവും ഭ്രാന്തും തമ്മിലുള്ള അതിർത്തികൾ പലപ്പോഴും എത്ര നേർത്തതാണെന്ന് കഥയിലൂടെ വ്യക്തമാക്കുന്നു. വായന അവസാനിക്കുമ്പോൾ ഒരു നല്ല പുസ്തകം സമ്മാനിക്കുന്ന തൃപ്തിയും ഒരുപാട് ചോദ്യങ്ങളും ഈ കൃതി നമ്മുടെ മനസ്സിൽ അവശേഷിപ്പിക്കുന്നു. അതാണ് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ വിജയം. അവസാനമായി പറയുകയാണെങ്കിൽ സ്നേഹം കാമം ഭ്രാന്ത എന്ന പുസ്തകം വെറും ഒരു കഥയല്ല, മനുഷ്യവികാരങ്ങളുടെ ആഴങ്ങളിലേക്കുള്ള ഒരു യാത്രയാണ്. സ്നേഹത്തിൻ്റെ സൗന്ദര്യവും ആഗ്രഹങ്ങളുടെ തീവ്രതയും മനസ്സിൻ്റെ സങ്കീർണതകളും അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഒരിക്കലെങ്കിലും വായിച്ചിരിക്കേണ്ട ഒരു മികച്ച കൃതിയാണിത്.